ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എല്ലാം തിങ്. നമ്മൾ ഇന്ന് ചാപ്റ്റർ 8 സോളിഡ്സിലെ എക്സസൈസ് പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. എക്സസൈസ് പേജ് നമ്പർ 191. നോക്കിക്കേ, ഒന്നാമത്തെ ചോദ്യം എഴുതിയിട്ടുണ്ട്. സ്ക്വയർ ഓഫ് സൈഡ്, സ്ക്വയറിന്റെ സൈഡ് 5 സെന്റിമീറ്റർ ആൻഡ് 4 ഐസോസെലസ് ട്രയാങ്കിൾസ് ഓഫ് ബേസ് 5 സെന്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 8 സെന്റിമീറ്റർ are to put together to make a square pyramid. അപ്പം ഇതണ്ടേ, ഞാൻ നേരത്തെ കാണിച്ച പടം പോലത്തെ തന്നെ. നോക്കിക്കേ, ഇതെല്ലാം കൂടെ ചേർത്തൊരു സ്ക്വയർ പിരമിഡ് ആക്കിയിരിക്കുന്നു. ഹൗ മെനി സ്ക്വയർ സെന്റിമീറ്റേഴ്സ് ഓഫ് പേപ്പർ ഈസ് നീഡ്? ഇത് ഉണ്ടാക്കാൻ എത്ര പേപ്പർ വേണമെന്ന്. അപ്പൊ ഇതിന്റെ സൈഡ് ഈ ബേസ് തന്നിട്ടുണ്ട്, 5 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. പിന്നെ ഐസോസെലസ് ട്രയാങ്കിളിന്റെ ബേസ് 5 എന്നും ഹൈറ്റ് എത്ര എന്ന് തന്നിട്ടുണ്ട്, 8 എന്ന് തന്നിട്ടുണ്ട്. ഇതിനെല്ലാം കൂടെ ചേർത്ത് വെച്ചാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് എത്ര പേപ്പർ വേണമെന്ന് കാണാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ആദ്യം ഏരിയ ഓഫ് ബേസ്, സ്ക്വയർ ആൻഡ് സൈഡ് ഇൻറ്റു സൈഡ്. ഏരിയ ഓഫ് ബേസ് ഈക്വൽസ് 5 ഇൻറ്റു 5 എത്ര, 25 സെന്റിമീറ്റർ സ്ക്വയർ. ഏരിയ ഓഫ് വൺ ട്രയാങ്കിൾ, ട്രയാങ്കിൾ അല്ലേ സൈഡിൽ 4 ട്രയാങ്കിൾ ഉണ്ടല്ലേ. ഏരിയ ഓഫ് വൺ ട്രയാങ്കിൾ ഹാഫ് ബി എച്ച്, ഹാഫ് ഇൻറ്റു ബേസ് 5, ഹൈറ്റ് 8, 4 times 5 4 20. അപ്പോൾ ഒരെണ്ണത്തിന് 20 ആണെങ്കിൽ 4 എണ്ണത്തിന് എത്രയായിരിക്കും? therefore സർഫസ് ഏരിയ ഓഫ് 4 triangles, നമുക്ക് കർവ്ഡ് സർഫസ് എന്ന് എഴുതാം. കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ഏരിയ എന്ന് എഴുതാം. 4 ട്രയാങ്കിളില്ലേ, കർവ്ഡ് സർഫസ് ഏരിയ 20 ഇൻറ്റു 4 എത്ര വരും? 80 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പം കർവ്ഡ് സർഫസ് ഏരിയയും ബേസ് ഏരിയയും കൂടെ ചേരുന്നതാണ് ടോട്ടൽ സർഫസ് ഏരിയ. അതായത് എത്ര പേപ്പർ വേണമെന്ന് വേണം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. therefore paper needed, therefore paper needed to make a square pyramid equals 25 plus 80 എത്ര വരുന്ന 105 സെന്റിമീറ്റർ സ്ക്വയർ. ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞു. ഇനി അടുത്തത് രണ്ടാമത്തെ ചോദ്യം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. എ ടോയ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ഓഫ് ബേസ് എഡ്ജ് 16 സെന്റിമീറ്റർ ആൻഡ് സ്ലാൻഡ് ഹൈറ്റ് 10 സെന്റിമീറ്റർ. വാട്ട്സ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് പെയിന്റിങ് 500 സച്ച് ടോയ്സ്. ആദ്യം ഒരെണ്ണത്തിനുണ്ട് 500 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇങ്ങനെ 500 ടോയ്സ്, ടോയുടെ ഷേപ്പാണ്, സ്ക്വയർ പിരമിഡിന്റെ ആകൃതിയിലുള്ള 500 ടോയ്സ് ഉണ്ടാക്കാൻ 80 രൂപ വെച്ച്, ഒരു സ്ക്വയർ മീറ്ററിന് 80 രൂപ വെച്ച് എന്ത് ചിലവാകും? മീറ്ററാണ് തന്നിരിക്കുന്നത്. നോക്കട്ടെ, ഒന്നുകൂടി ക്വസ്റ്റ്യനിൽ മീറ്റർ തന്നെയാണോ? മീറ്റർ തന്നിരിക്കുന്നത്, ബാക്കി മെഷേഴ്സ് എല്ലാം സെന്റിമീറ്ററിലാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ തന്നിട്ടുണ്ട്? എ തന്നിട്ടുണ്ട്, ബേസ് എഡ്ജ് 16, സ്ലാൻഡ് ഹൈറ്റും തന്നിട്ടുണ്ട് 10 അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ബേസ് ഏരിയയും 4 ലാറ്ററൽ ഫേസസിൻ്റെ ഏരിയയും കൂടിയാണ് നമുക്ക് കാണേണ്ടത്. സർഫസ് ഏരിയ ഓഫ് വൺ ടോയ് ഈക്വൽസ് ബേസ് ഏരിയ പ്ലസ് 4 lateral faces, that is 4 triangles. 4 triangles-ന്റെ ഏരിയ, ബേസ് സ്ക്വയർ ആയതുകൊണ്ട് സൈഡ് ഇൻറ്റു സൈഡ് പ്ലസ് ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്, ഹാഫ് ഇൻറ്റു 4 ഇൻറ്റു 4 എണ്ണം ഇല്ലേ, അല്ലെങ്കിൽ 4 പിന്നെ എഴുതാം. ഹാഫ് ബേസ് എത്ര? 16, ഹൈറ്റ്. അപ്പോൾ നമ്മളിവിടെ ഹൈറ്റ് എത്ര തന്നിരിക്കുന്നത്? സ്ലാൻഡ് ഹൈറ്റ് 10 തന്നിട്ടുണ്ടല്ലേ. അങ്ങനെ 4 എണ്ണം ഇല്ലേ, ഇൻറ്റു 4. ഇവിടെ എ സ്ക്വയറിന് പകരം നമുക്ക് 16 എന്ന് എഴുതാം. 16 ഇൻറ്റു
16 plus cancel ചെയ്യുമ്പോൾ 2 16 into 2 32 plus 10 320 16 into 16 is 256 256 plus 320 എത്ര വരും 576 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇത്രയാണ് ഒരു ടോയുടെ സർഫസ് ഏരിയ, അതായത് മൊത്തം വിസ്തീർണം എന്ന് പറയുന്നത്, ഒരു ടോയുടെ മൊത്തം വിസ്തീർണം എന്ന് പറയുന്നത് 576 സെൻറ്റിമീറ്റർ സ്ക്വയർ. അങ്ങനെ 500 ടോയ് ഉണ്ട്. സർഫസ് ഏരിയ 500 toys equals 576 into 500. അപ്പം നമുക്ക് സെൻറ്റിമീറ്ററിൽ കിട്ടുന്ന അത് മീറ്റർ ആക്കാം. 288,000 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി കോസ്റ്റ് ആണ്. ഇതിനെ എത്ര രൂപ വെച്ച് 80 രൂപ ഒരു സ്ക്വയർ മീറ്റർ. ഇതിനെ സ്ക്വയർ മീറ്റർ ആക്കണം. സ്ക്വയർ മീറ്റർ ആക്കാൻ 100 into 100. So cost is equal to 288,000 divided by 100 into 100. പിന്നെ 80 രൂപ into 80. എത്ര വരും 288 into 8 equals rupees 2,304. ഇതാണ് വരുന്നത്. അപ്പം 500 ടോയ്സ് ഉണ്ടാക്കാൻ എത്ര രൂപ ചിലവാകും? 2,304 രൂപ ചിലവാകും. ഓക്കെ, അങ്ങനെ രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യമാണ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ ചോദ്യം എഴുതിയിട്ടുണ്ട്. ദ ലാറ്ററൽ ഫേസസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ആർ. ലാറ്ററൽ ഫേസസ് എന്ന് പറഞ്ഞാൽ വശങ്ങളിലുള്ള ഫേസ്. ഇതുണ്ട്, പിന്നെ 4 ട്രയാങ്കിളില്ലേ, ആ ലാറ്ററൽ ഫേസസ് ആ ഇക്വലാറ്റർ ട്രയാങ്കിൾസ് ആൻഡ് ദ ലെങ്ത് ഓഫ് ബേസ് എഡ്ജ് 30 സെൻറ്റിമീറ്റർ. അപ്പം ഇവിടെയൊക്കെ എന്തായിരിക്കും? 30 ആയിരിക്കും. ഇക്വലാറ്റർ ട്രയാങ്കിൾ അല്ലേ, ബേസ് 30 ആണെങ്കിൽ മറ്റുള്ള സൈഡും 30 ആയിരിക്കും. വാട്ട് ഈസ് ഈസ് സർഫസ് ഏരിയ? ടോട്ടൽ സർഫസ് ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. ലാറ്ററൽ ഫേസസ് ആർ ഇക്വലാറ്ററൽ ഫേസസ്. therefore സർഫസ് ഏരിയ ഈക്വൽസ് ബേസ് ഏരിയ പ്ലസ് കേർവ്ഡ് സർഫസ് ഏരിയ. ചുറ്റിനുള്ളതിനാണ്, അതായത് നമുക്ക് ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് എഴുതാം. ലാറ്ററൽ സർഫേസ് ഏരിയ, വശങ്ങളിലുള്ള സർഫസിൻ്റെ ഏരിയ. ഇപ്പോൾ ബേസ് ഏരിയ എന്താണ്? സ്ക്വയർ അല്ലേ, 30 into 30. പിന്നെ ബേസ് എഡ്ജ് മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ ഈക്വലാറ്റർ ട്രയാങ്കിൾ, അതിൻ്റെ ഏരിയ ആണ് അല്ല √3a²/4. അങ്ങനെ 4 ഈക്വലാറ്റർ ട്രയാങ്കിൾ ഉണ്ട്. 4 into √3 വശം 30. 30 into 30/4. അപ്പോൾ 30 into 30 is 900 plus 900 √3. √3ക്ക് വാല്യൂ ഇടാം. നമുക്ക് എന്ത് കിട്ടും? 900 plus 900 into √3 1.732 എടുക്കുമ്പോൾ 1558.8 എന്ന് കിട്ടും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2458.8 സെൻറ്റിമീറ്റർ സ്ക്വയർ. നമുക്കിതിന് വേണമെങ്കിൽ 2459 എന്ന് എഴുതാം, ഡെസിമൽ പ്ലേസ് ഒഴിവാക്കി. ഓക്കെ, അങ്ങനെ 3 ചോദ്യം കഴിഞ്ഞിരിക്കുന്നു. ലെറ്റ് മി വൈൻഡ് അപ്പ്. ഈ ചോദ്യങ്ങളെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻസ്, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, ബൈ.